ഗൈസ്, ഞാൻ ഇപ്പോൾ യൂട്യൂബ് എടുത്ത് നോക്കിയപ്പോൾ കുറേ ഹിന്ദി ക്രിയേറ്റേഴ്സ് സാംസങ് ഗാലക്സി F55ൻ്റെ സ്പോൺസേഡ് വീഡിയോസ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ലൈക്ക് അവർ ഈ ഫോണിൽ ഒരു കുറ്റം കണ്ടുപിടിക്കുന്നില്ല, എല്ലാം നല്ല കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ലൈക്ക് 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കിട്ടുന്നുണ്ട്. സാംസങ്ങിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ അൾട്രാ ഫോൺസിൽ മാത്രമേ 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കിട്ടാറുള്ളൂ. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ആദ്യമായിട്ടാണ് F സീരീസിൽ വരുന്നത്. അതേമാതിരി 50 മെഗാ പിക്സലിൻ്റെ ക്യാമറ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 4 ഇയേഴ്സ് ഓഫ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സ്നാപ്ഡ്രാഗൻ്റെ പ്രൊസസ്സറൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പറഞ്ഞിട്ട് വലിയ കാര്യങ്ങളാണ് പറയണത്. ഇപ്പോൾ ഞാൻ എൻ്റെ ഒപ്പീനിയൻ ഷെയർ ചെയ്യാൻ പോവാണ്. ഞാൻ പേഴ്സണലി ഫോൺ യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഫോൺ നിങ്ങൾക്ക് മേടിക്കണോ മേടിക്കണ്ടേ ഈ വീഡിയോയിൽ ഞാൻ പറയാം. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് നോക്കാന്ന് വെച്ചാൽ 26,999 ആണ്. പക്ഷേ കാർഡ് ഓഫർ വെച്ചിട്ട് നമുക്ക് 25,000 ഇത് കിട്ടുന്നതാണ്. അപ്പോൾ ആ പ്രൈസ് റേഞ്ചിന് ഇത് വർത്താണോ അല്ലയോ എന്ന് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഫോൺ മേടിക്കേണ്ടതെന്ന് ഞാൻ പറയണത് എന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രൊസസ്സർ. ഇപ്പോൾ പ്രൊസസ്സർ നിങ്ങൾ ചോദിക്കുകയെന്ന് വെച്ചാൽ ഇത് സ്നാപ്ഡ്രാഗൻ്റെ പ്രൊസസ്സറല്ല, എക്സിനോസിൻ്റെ പ്രൊസസ്സറല്ലല്ലോ, പിന്നെ എന്താണ് കുഴപ്പം നിങ്ങൾ ചോദിക്കും. ഓക്കെ, ഇത് സ്നാപ്ഡ്രാഗൻ്റെ പ്രൊസസ്സർ തന്നെയാണ്. പക്ഷേ ഇതിൽ കൊടുത്തിരിക്കുന്ന പ്രൊസസ്സർ ഏതാ? സ്നാപ്ഡ്രാഗൺ 7 Gen 1 പ്രൊസസ്സർ. ഇത് 2 വർഷം പഴയ പ്രൊസസ്സറാണ്. പിന്നെ ഇത് സാംസങ് സ്വന്തം ഉണ്ടാക്കിയ പ്രൊസസ്സറാണ്. TSMC ഉണ്ടാക്കിയ പ്രൊസസ്സറാണെങ്കിലും ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തിരുന്നു. പക്ഷേ ഇത് സാംസങ് ഉണ്ടാക്കിയ പ്രൊസസ്സറാണ്. പിന്നെ സാംസങ് സ്നാപ്ഡ്രാഗൺ പ്രൊസസ്സർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഹിസ്റ്ററി നിങ്ങൾക്ക് അറിയാമല്ലോ. ഫോർ എക്സാമ്പിൾ സ്നാപ്ഡ്രാഗൺ 888 നന്നായിട്ട് പവർ ഹംഗ്രി പ്രൊസസ്സറായിരുന്നു. ബാറ്ററി ഡ്രെയിനിങ് ഉണ്ടായിരുന്നു, ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടായിരുന്നു. അതേമാതിരി സ്നാപ്ഡ്രാഗൺ 8 Gen 1 അതും സാംസങ് തന്നെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അത് നമ്മുടെ സാംസങ് ഗാലക്സി S22 ആയിരുന്നു ആ പ്രൊസസ്സർ. അതിലും നന്നായിട്ട് ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടായിരുന്നു, ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ ഉണ്ടായിരുന്നു. പിന്നെ ഇത് നമുക്ക് 25,000 പ്രൈസ് റേഞ്ച് ഓഫ് 25,000 നമുക്ക് നല്ല ഫോണുകൾ കിട്ടും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, നത്തിങ് ഫോൺ 2A നമുക്ക് കൺസിഡർ ചെയ്യാം. അതേമാതിരി OnePlus Nord CE4 കൺസിഡർ ചെയ്യാം. ഇതിനായിട്ട് ഫാർ സുപ്പീരിയർ ഫോണുകളാണ് അതൊക്കെ. പിന്നെ ബാറ്ററി കൊടുത്തിരിക്കുന്നത് 5000 mAh. ക്രിയേറ്റേഴ്സ് പറയേണ്ടതാണ് 5000ൻ്റെ ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. ലോങ് ലാസ്റ്റിംഗ് ബാറ്ററി ഒക്കെ ആവും കിട്ടുക. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, 7 Gen 1 പ്രൊസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. നല്ല പവർ ഹംഗ്രി ആയ പ്രൊസസ്സറാണ്. അതേമാതിരി ഭയങ്കര ഹീറ്റാവും ചെയ്യും. ഹീറ്റ് ആകുമ്പോൾ എന്താ ഉണ്ടാവുക, അതേമാതിരി പവർ ഹംഗ്രി പ്രൊസസ്സർ ആകുമ്പോൾ എന്താ ഉണ്ടാവുക, ബാറ്ററി നന്നായിട്ട് ഡ്രെയിൻ ആകുമ്പോൾ 5000 mAhൻ്റെ ബാറ്ററി കൊടുത്താലും ഒരു കാര്യമില്ല. ഒരു 5 to 6 hours 6 to 6.5 hours സ്ക്രീൻ ഓൺ ടൈം മാത്രമേ കിട്ടുള്ളൂ. അതേ സമയത്ത് 5000ൻ്റെ വേറെ ഏത് ഫോണുകളും എടുത്ത് നോക്കിയാലും ഒരു ജനറൽ യൂസേജിൻ്റെ കാര്യമാണ് പറയുന്നത്. ജനറൽ യൂസേജിൽ നമുക്ക് 7 to 8 hours സ്ക്രീൻ ഓൺ ടൈം ഈസിലി കിട്ടുന്നതാണ്. പിന്നെ ഇത് സാംസങ്ങിൻ്റെ ഒരു 27,000 rupeesൻ്റെ ഫോണാണ്. പക്ഷേ ഇതിൽ ഒരു ഗുഡ് ലോക്കിൻ്റെ സപ്പോർട്ടില്ല. ഈ സോ കോൾ ക്രിയേറ്റേഴ്സ് ഈ സാംസങ് ഗാലക്സി F55ൻ്റെ 1 UIൻ്റെ പ്രീമിയം എക്സ്പീരിയൻസ് ആണ് ഇതിൽ കിട്ടുന്നത്. സത്യം പറയാമല്ലോ, സാംസങ് ഗാലക്സി F34 ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, സാംസങ് ഗാലക്സി F14 യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, സാംസങ് ഗാലക്സി S21 FE യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, സാംസങ് ഗാലക്സി S23 യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം പ്രൈസ് കാറ്റഗറിയിലുള്ള ഫോണുകൾ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ സത്യം പറയാന്ന് വെച്ചാൽ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് സുപ്പീരിയർ തന്നെയാണ്. പക്ഷെ അത് ഏതിലാണ്? സാംസങ്ങിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസസിൽ. ഈ സാംസങ്ങിൻ്റെ ബഡ്ജറ്റ് ഫോൺസും അതേമാതിരി മിഡ് റേഞ്ച് ഫോൺസിലൊക്കെ നിങ്ങൾ 1 UI യൂസ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവിടെ ഇവിടെയായിട്ട് ലാഗ് ചെയ്യാൻ തുടങ്ങും. പിന്നെ സാംസങ് എന്തായാലും മിഡ് റേഞ്ച് ഫോണിലും ബഡ്ജറ്റ് ഫോണിലും അത്ര പവർഫുൾ പ്രൊസസ്സർ കൊടുക്കാറില്ല. അവരുടെ എക്സിനോസ് പ്രൊസസ്സറാണ് കൊടുക്കാറ്. അതേമാതിരി സ്നാപ്ഡ്രാഗൺ പ്രൊസസ്സർ കൊടുത്താലും അവർ ഇങ്ങനത്തെ 2 വർഷം പഴയ ഉള്ള ഒരു പ്രൊസസ്സറാണ് കൊടുക്കുക. അപ്പോൾ അതിൽ നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ ആദ്യമൊന്നും നമുക്ക് അധികം ലാഗൊന്നും കാണാൻ കിട്ടില്ല. ഈ ഫോൺ മേടിച്ചു തുടങ്ങി ഒരു 4-5 മാസം കഴിഞ്ഞാൽ നിങ്ങൾ കുറേ ആപ്ലിക്കേഷൻസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നന്നായിട്ട് ലാഗ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ പ്രീമിയം സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് അവർ ഉദ്ദേശിക്കുന്നത് എന്താ? സാംസങ്ങിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഫോൺ മേടിച്ചിട്ട് അത് യൂസ് ചെയ്ത് നോക്കുക. അതിലാണ് 1 UIൻ്റെ പ്രീമിയം എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തോന്നിക്കുക. ബിക്കോസ് 1 UI ഓൾറെഡി നല്ലൊരു ഹെവി സ്കിന്നാണ്. അപ്പോൾ ആ ഹെവി സ്കിൻ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഓടുമ്പോൾ എന്താ ഉണ്ടാവുക, പ്രൊസസ്സർ അതും താങ്ങണം, നമ്മൾ ചെയ്യണ കാര്യങ്ങൾ അത് താങ്ങണം. അപ്പോൾ എന്താ ഉണ്ടാവുക, ഫോൺ ഒരു സ്ലോ ഡൗൺ ആവും, ലാഗ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അത്ര പ്രീമിയം സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് എന്തായാലും ഇതിലുണ്ടാവില്ല. കുറേ ഫീച്ചേഴ്സൊക്കെ കിട്ടും, പക്ഷേ ഗുഡ് ലോക്കിൻ്റെ ഫീച്ചർ കിട്ടുന്നില്ല. നിങ്ങൾക്ക് സാംസങ് തന്നെ ഫോൺ വേണമെങ്കിൽ കുറച്ചുകൂടി പ്രൈസ് ഇൻക്രീസ് ചെയ്യുക. പിന്നെ സാംസങ് ഗാലക്സി S21 FE മേടിക്കുക, സ്നാപ്ഡ്രാഗൺ 888 വേരിയൻറ്റ്. എനിക്കറിയാം അത് പഴയ ഫോണായി കഴിഞ്ഞു, എന്നാലും ഇതിൻ്റെ ആട്ടും ലാസ്റ്റ് ചെയ്യാൻ ഫോണാണ്. മീൻസ് സാംസങ് ഗാലക്സി F55
നിങ്ങൾക്ക് 4 ഇയേഴ്സ് ഓഫ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കിട്ടും. 5 ഇയേഴ്സ് ഓഫ് സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് കിട്ടും. അത്ര അപ്ഡേറ്റ് ഒന്നും എന്തായാലും സാംസങ് ഗാലക്സി S21 FEയിൽ കിട്ടില്ല. പക്ഷേ നിങ്ങൾക്കൊരു ലോങ് ടേം ഈ ഫോണിൻ്റെ കാട്ടും ലാഗ് ഫ്രീ എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് യൂസ് ചെയ്യണമെങ്കിൽ സാംസങ് ഗാലക്സി S21 FE മേടിക്കുക. എന്തായാലും സാംസങ് ഗാലക്സി S23 FE ഞാൻ മേടിക്കാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. ബിക്കോസ് അതിൽ എക്സിനോസിൻ്റെ പ്രൊസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്കൊരു ഫോൺ മേടിക്കണമെങ്കിൽ സാംസങ് ഗാലക്സി S21 FEയുടെ കൂടെ പോവുക. അപ്പോൾ ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഇപ്പോൾ നിങ്ങൾ റീസെർച്ച് ചെയ്യുക, നെറ്റ് ഉണ്ടല്ലോ, യൂട്യൂബ് ഉണ്ട്, ക്രോം ഉണ്ട്, അതിൽ പോയിട്ട് റീസെർച്ച് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഒരു ഫോൺ 25,000 26,000 മേടിക്കണമെങ്കിൽ നിങ്ങൾ നന്നായിട്ട് റീസെർച്ച് ചെയ്യുക. ഇല്ലെങ്കിൽ ഒരു കാര്യം കൂടി പറയാം, സാംസങ് ഗാലക്സി M55 കുറേ വീഡിയോസ് കുറേ ക്രിയേറ്റേഴ്സ് ഇട്ടുണ്ട്. ആ വീഡിയോസ് പോയിട്ട് നോക്കുക. അതിൽ അവർ എന്തൊക്കെ പ്രോബ്ലമാണ് പറയണത് ഒക്കെ നമുക്ക് കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് ഈ ഫോൺ മേടിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പിന്നെ പോയി മേടിക്കുക. അപ്പോൾ ഇതായിരുന്നു ചെറിയൊരു വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെന്ന് വെച്ചാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.